നമുക്ക് രണ്ട് തരം പ്രായമുണ്ട്. അപ്പം എൻ്റെ വണ്ടി കേടായി. അപ്പം വണ്ടിക്ക് ഒരു നമ്പർ ഉണ്ട്. പക്ഷെ ആ വണ്ടി ചിലപ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ എടുക്ക് കേടായിന്ന് വരും അല്ലേ? അപ്പം ഈ വണ്ടീൻ്റെ കേടാവുന്നതാണ് അതിൻ്റെ ശരിയായ രീതിയിലുള്ള പ്രായം. അല്ലാണ്ട് അത് ഇത്ര ദിവസമായി എന്നുള്ളത്. നല്ല സർവീസൊക്കെ ചെയ്ത് അടിപൊളിയായി കൊണ്ടുപോകുന്നൊരു വണ്ടിയാണെങ്കിൽ, ചിലപ്പം ഒരു സർവീസും ചെയ്യാത്തൊരു വണ്ടിയാണെങ്കിൽ ഇതിന് രണ്ടിൻ്റെയും ഹെൽത്ത് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം രണ്ട് തരം പ്രായമാണുള്ളത്. ഒന്ന് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയാം, അത് നമ്മൾ ജനിച്ച ദിവസം തൊട്ട് നമ്മൾ ഇട്ട് തന്നൊരു പ്രായമാണ്. രണ്ടാമത്തേത് ബയോളജിക്കൽ ഏജാണ്. അത് പലർക്കും വ്യത്യാസമായിരിക്കും. ഞാൻ എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ കഥ പറയാം. ഒരു പേര് പപ്പൻ എന്നായിരുന്നു. പപ്പൻ ഒരു ദിവസം അന്ന് അവൻ്റെ ക്രോണോളജിക്കൽ ഏജ് ഏതാണ്ട് 26ആണ്. പക്ഷെ അവനൊരു മാസമായിട്ട് ജോലിക്കൊന്നും പോയില്ല. എന്നും പെപ്സിയും സെവനപ്പും ജങ്ക് ഫുഡ്സൊക്കെ കഴിച്ച് വല്ലാണ്ട് അധ്വാനമൊന്നും ഇല്ലാതെ വന്ന് നോക്കിയപ്പം അവൻ്റെ കൊളസ്ട്രോൾ നോക്കിയപ്പം വളരെ ഹൈ ആണ്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, നല്ല തടിയുണ്ട്. അന്ന് 28 വയസ്സുള്ള അവൻ്റെ ഈ ഒരു ബയോളജിക്കൽ ഏജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ബയോളജിക്കൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ്? 76 വയസ്സ്. അവൻ്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരുന്നു. അതുപോലെ ഗൾഫിൽ ഒരു ദിവസം പോകാൻ പോയപ്പോൾ ഒരു ചെറിയ പയ്യൻ വന്നു. ആ പയ്യന് മെഡിക്കൽ പോയപ്പോൾ, ഇപ്പം ഈ സാധനങ്ങളൊക്കെ നോക്കാറുണ്ട് മെഡിക്കലിൽ പോകുമ്പോൾ. പണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നോക്കില്ലായിരുന്നു. ഇവന് മെഡിക്കലിന് റിജക്റ്റായി. നോക്കിയപ്പം പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അമിത വണ്ണമുണ്ട്. ഇവന് ജോലി കിട്ടണമെങ്കിൽ ഇത് കുറച്ചേ പറ്റുള്ളൂ. അവൻ്റെ മുമ്പിൽ വലിയൊരു എന്താ പറയുക, അവൻ്റെ ജോലി കിട്ടുക എന്നുള്ളത് ഒരു തോക്ക് തൂണ്ടി നിൽക്കുന്ന രീതിയിലുള്ളൊരു ഭീഷണിയായി നിന്നപ്പം ഇത് കുറക്കല്ലാതെ രക്ഷയല്ലല്ലോ. അപ്പോൾ അവനോട് കുറേ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലികളൊക്കെ പറഞ്ഞു കൊടുത്തു. അവൻ ഭക്ഷണമൊക്കെ ഒഴിവാക്കി. 3 ആഴ്ച കൊണ്ട് അവൻ്റെ എല്ലാം നോർമലായി. ഇതാണ് നമ്മളെ ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ. അത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങളൊക്കെ എനിക്ക് സമയത്തോളം എപ്പോഴും വളരെ ഹാപ്പി ആയി നിൽക്കുന്നവരാണ്. നിങ്ങൾ ചിലപ്പം ക്രോണോളജിക്കൽ ഏജ് ചിലപ്പോൾ 65, 75, 80, 90 ആയിരിക്കും. പക്ഷെ നമ്മളെന്നും ഹാപ്പി ആയിട്ടും ഇങ്ങനെ കൂട്ടം കൂടിയും സംഘം ചേർന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ചിരിച്ചും കളിച്ചും നടക്കുകയാണ്. വല്ലാണ്ട് ജങ്ക് ഫുഡുകളൊന്നും കഴിക്കുന്നില്ല. ഈ പ്രായം ചിലപ്പോൾ 40, 45 ആയിരിക്കും. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ ക്രോണോളജിക്കൽ ഏജ് ബാലകൃഷ്ണ മാഷ ഉണ്ടല്ലോ, മാറ്റാൻ നമുക്ക് പറ്റൂല. പക്ഷേ ഈ ബയോളജിക്കൽ ഏജ് നമ്മളെ തീരുമാനം കൊണ്ട് മാറ്റാം. മനസ്സിലായില്ലേ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഇവിടെ കൊളസ്ട്രോളൊക്കെ നോക്കിയാലുണ്ടോ അറിയുന്നവരുള്ള ഒരാളുടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഹെൽത്ത് വെയിറ്റ് എല്ലായിടത്തും നോക്കാൻ സമയം ഉണ്ടാവില്ല. അതാണ്. അപ്പോൾ നമുക്കല്ല ശരിയായൊരു പ്രായമേ ആരുതാ നോക്കേണ്ടത്? എന്നാ വരി മാഷത് നോക്കാം നമുക്ക്. മാഷ എപ്പോഴത്തെ ഈ നമ്പർ പ്ലേറ്റുള്ള പ്രായം എത്ര? അതാ വരി മാഷ്. ഏതായാലും നമ്മളെ മാഷ നമ്മളെ മുമ്പിൽ നമ്മളെ പഠിപ്പിച്ച മാഷാണ് ബാലകൃഷ്ണ മാഷ് കേട്ടോ. വരി മാഷ നമ്പർ പ്ലേറ്റുള്ള വയസ്സ് എത്രയാണ്? നമ്പർ പ്ലേറ്റിൽ അല്ല ഇപ്പോഴത്തെ നിങ്ങളെ ജനിച്ച വയസ്സ് എത്ര? 78. അപ്പോൾ മാഷ മെയിൽ എഴുതി, വയസ്സ് എഴുതി. നിങ്ങളെ ഹൈറ്റ് എത്രയും മാഷ? 5 അടി 9 ഇഞ്ച്. 5 അടി 9 ഇഞ്ച് അല്ലേ? അറിയാം, 5 അടി 9 ഇഞ്ച്. ഇതാണ്. ഓക്കെ, കാവും മതിയാവും കിട്ടും. അത് പിന്നെ നിങ്ങളെ വെയിറ്റ് എത്രയായിരുന്നു? വെയിറ്റ് കുറവാണ്, 58 അല്ലേ? kg 58. നമ്മൾ മാഷ ബയോളജിക്കൽ ഏജ് നോക്കുക കേട്ടോ. നിങ്ങളെ ഇതിൻ്റെ ചുറ്റളവ് എത്ര ഉണ്ടായിരുന്നു? അരക്കെട്ട് പോലെ പറയാൻ പറയല്ലോ. ഓക്കെ, അത് സുമാർ നോക്കാം. അല്ല, ഒരു 40 ഇടാം നമുക്ക് ഏതായാലും. ഓക്കെ. ബ്ലഡ് പ്രഷർ എത്രയായിരുന്നു നിങ്ങളെ? പ്രഷർ 80. ഓക്കെ, നോർമല്. അപ്പം നിങ്ങളെ ഷുഗർ എത്രയാണെന്ന് പറഞ്ഞത്? ഷുഗർ പിന്നെ ഭക്ഷണം കഴിക്കാത്ത 85 അല്ലേ? ഓക്കെ. നമുക്കിവിടെ ഇതാണ്. അപ്പോൾ നമ്മൾ മാഷ ബയോളജിക്കൽ ഏജ് നോക്കുക കേട്ടോ. MG നിങ്ങൾ നല്ല ആരോഗ്യപരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എത്ര കഴിക്കും ദിവസം? 2 ദിവസം അല്ല ആഴ്ചയിൽ അല്ല, അത് ആരോഗ്യമല്ല. ആഴ്ചയിൽ 2 ദിവസം അല്ല 2 to 4 ആഴ്ച പ്രാവശ്യം ആഴ്ചയിൽ ഉണ്ടല്ലേ? അപ്പോൾ ഒരു 2 to 4 ദിവസം. ഓക്കെ, എന്നാൽ 2 to 4 എഴുതി. നിങ്ങളെപ്പോഴും സ്നാക്സ് ഒക്കെ എപ്പോഴാണ് കഴിക്കുക? അങ്ങനത്തെ എന്തെങ്കിലും രാവിലെ എന്തെങ്കിലും കഴിക്കും? 1 സൈഡ് അല്ലേ? അത് നല്ല സ്നാക്കാണ്.
ഓക്കെ ഓക്കെ 1 സൈഡ്. ഹൗ മെനി സെർവിങ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങൾ ഒരു ദിവസം എത്ര പ്രാവശ്യം കഴിക്കും? ഒരു പ്രാവശ്യം മതി. ഒറ്റ പ്രാവശ്യം. ആ അപ്പോൾ പിന്നെ മുഴുധാന്യങ്ങൾ ഉണ്ടല്ലോ, ഈ മട്ടരി അങ്ങനത്തെ ചോറ് കുറച്ച് ചോറ് മാത്രമേ കഴിക്കുള്ളൂ. ചിലപ്പോൾ വെള്ളരി കഴിക്കും. അങ്ങനല്ലേ. അപ്പോൾ 1, 2 അല്ലേ? ഹൗ മെനി സെർവിങ്സ് ഓഫ് നട്ട്സും സീഡ്സും നിങ്ങൾ എത്ര ആഴ്ച കഴിക്കും? ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കഴിക്കും? എന്നും കഴിക്കും അല്ലേ? എന്നും കഴിക്കും. ഓക്കെ. ഹൗ ഓഫൺ ഡു യു ഈറ്റ് റെഡ് മീറ്റ്? എത്ര കഴിക്കും നിങ്ങൾ? മീറ്റ് കഴിക്കല്ല. ഓക്കെ. ഹൗ ഓഫൺ ഡു യു 20 to 30 മിനിറ്റ് വരെ വ്യായാമം നിങ്ങൾ ചെയ്യൽ എല്ലാ ദിവസവും ചെയ്യും? 5 ദിവസത്തിലേറെ ദിവസം വ്യായാമം ചെയ്യും, നടക്കും. ഓക്കെ. 5 ദിവസത്തിലേറെ ചെയ്യും അല്ലേ? ഓ, നിങ്ങളെ മോഡറേറ്റ്ലി ഓവർ വെയിറ്റ്, ഹൈ ഹെൽത്തി വെയിറ്റ് ആണ് നിങ്ങളത്. ഓപ്പൺ ടു യു ഇറ്റ് 78. ഉറക്കം നിങ്ങൾക്ക് എങ്ങനെ? 7-8 6 മണിക്കൂറേ ഉള്ളൂ. ഓ, അതിലാണ് നിങ്ങൾക്കൊരു ഫോൾട്ട് ഉള്ളത്. അറിയാം, അതിലേ ഉള്ളൂ നിങ്ങൾക്ക്. വെയിറ്റ് ഈസ് വാട്ട് ഈസ് യുവർ ഹിസ്റ്ററി വിത്ത് ടൊബാക്കോ? ഇല്ല അല്ലേ? ടൊബാക്കോ അല്ല. ഇല്ലല്ലോ, ആദ്യമല്ല. ഹൗ മെനി സെർവിങ്സ് ഓഫ് ആൽക്കഹോളും ഇല്ല. ഓക്കെ. ഹൗ വുഡ് യു ഈറ്റ് റേറ്റ് യുവർ സ്പിരിച്വാലിറ്റി എങ്ങനെയാണ്? ഒരു ആത്മീയപരമായിട്ടൊക്കെ ഡീപ്ലി സ്പിരിച്വലും ഒക്കെ. ഓക്കെ. നിങ്ങളെ റിപ്പോർട്ട് കിട്ടിയത്, നിങ്ങളെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പം നിങ്ങളെ നമ്പർ പ്ലേറ്റ് മാഷത് 78 നമ്മൾ പറഞ്ഞത് അല്ലേ? പക്ഷെ ആരോഗ്യപരമായിട്ട് മാഷത് 73.6. 5 വയസ്സ് കുറവാണ്. ഒരു ക്ലാപ്പ് കൊടുക്കുക. അപ്പൊ ഇനി ഉറക്കോടി കുറച്ച് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കത് 60ലേക്ക് കൊണ്ടുവരാം. അതല്ല, ഉറക്കവും കൂടി ഒന്ന് മാറ്റുക, ഇതിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60ലേക്ക് കൊണ്ടുവരാം. ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചിരുന്നു ഇവിടെയുള്ള സമയത്ത്. ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു, നിങ്ങൾ നടക്കൊക്കെ വേണ്ട. നടക്കലുണ്ട്, അതൊന്നുമല്ല, കൈ വീശി നടക്കണമെന്ന്. അപ്പൊ കൈ വീശി നടക്കണം. അതന്നെ. ഒക്കെ ഒരു ക്ലാപ്പ് പിടിക്കുക. അതിന്റെ മാറ്റമുണ്ട്. 6 വയസ്സാണ് ബയോളജിക്കൽ ഏജ്. ഇതിലെ നമ്പർ പ്ലേറ്റ് ഒന്ന് കുറഞ്ഞു കിട്ടിയത് ലാഭം അല്ല. ഇനിയും കുറയും. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും കുറക്കാം. ഒക്കെ ഒരു ക്ലാപ്പ് പിടിക്കും മാഷേക്ക്. അതിന് അടുത്തതിന് എന്തൊക്കെ ചോദിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി നമുക്ക് ഇതിൽ വെൽത്ത് പല കാൽക്കുലേഷനും ഉണ്ട്. നമുക്ക് എല്ലാത്തോടും സമയം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം നോക്കാം. നമ്മളെ